ഹലോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ രാത്രി പോകുന്നത് എങ്ങടാന്നല്ലേ, നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ചിറയുണ്ട് കേട്ടോ. അപ്പോൾ പൊതുമ്പ് ചിറ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ചിറയിനെ ഇപ്പം നവീകരിച്ച് നല്ല നല്ല അടിപൊളി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ അല്പം പഴയ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തത് ഇപ്പം ഇടുന്നു എന്നുള്ളൂ കേട്ടോ. കുറച്ച് നാളായി ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഈവനിങ്ങിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഈ ഒരു ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് അവിട്ടത്തൂർക്ക് പോകുന്ന വഴിക്കാണ് കേട്ടോ. പുല്ലൂർ അവിട്ടത്തൂർക്ക് പോകുന്ന ഭാഗത്താണ് ഈ ഒരു ചിറ വരുന്നത്. നമ്മുടെ ഒഴിവ് സമയങ്ങളെ മനോഹരമാക്കാനും അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം വാക്കിങ്ങിനും ഒക്കെ പറ്റിയ നല്ലൊരു ഏരിയ തന്നെയാണ് കേട്ടോ. വാക്കിങ്ങിന് മാത്രമല്ല കേട്ടോ, നമുക്കിവിടെ അത്യാവശ്യം വർക്കൗട്ട് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിട്ടുള്ള ഓപ്പൺ ജിമ്മൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു ചിറയ്ക്ക് ചുറ്റുമായിട്ട്, ചിറയുടെ ചുറ്റുമാണ് ഇതൊക്കെ പണിത് വെച്ചേക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇരിക്കാനൊക്കെ ഇതുപോലെ നല്ല ബെഞ്ചുകളൊക്കെ നല്ല ഭംഗിയിൽ നല്ല ഇതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചിറയ്ക്ക് ചുറ്റും. ഈ ഒരു രണ്ട് ഇങ്ങനെ ഈ ഒരു ഇരിപ്പിടങ്ങൾ പോലെയുള്ളത് മാത്രമല്ല, കുറച്ചാണ് നീങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തായിരുന്നു ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ നടന്നിരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ, ഫോട്ടോ ഫ്രെയിം പോലെ ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഫോട്ടോ എടുക്കാനായാലും നമുക്ക് ചെറിയൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ പോലത്തെ എന്തെങ്കിലുമൊക്കെ വന്ന് ആഘോഷിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ അത്. അതുപോലെ തന്നെ ദേ നമ്മുടെ ഓപ്പൺ ജിം എന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഇത് ഈ ഒരു സൈഡിലാണ് കേട്ടോ. അതായത് നമ്മുടെ റോഡിൻ്റെ ഈ ഒരു വശത്തോട് ചേർന്നിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പൺ ജിമ്മും സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 6 7 അതിന് മേലെ എക്യുപ്മെൻറ്റ്സ് ഉണ്ട് കേട്ടോ. നമുക്കിവിടെ അത്യാവശ്യം വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ നല്ല നല്ല എക്യുപ്മെൻറ്റ്സും നമുക്കിവിടെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് മുന്നോട്ട് നീങ്ങി കഴിയുമ്പോഴാണ് കേട്ടോ ഈ ഒരു ഭാഗം വരുന്നത്. ഇവിടെ രാത്രി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു മരത്തിനൊക്കെ ഈ ഒരു ലൈറ്റിൻ്റെ ഒരു ഇതൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ആംബിയൻസ് തന്നെ കേട്ടോ നമുക്ക് ഇവിടെ ഇരിക്കാനായിട്ട്. അത് മാത്രമല്ല, നമുക്ക് ഇവിടുന്ന് നമ്മുടെ താഴത്തേക്ക് സ്റ്റെപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ചധികം ആളുകൾക്കൊക്കെ ഇരിക്കണമെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് വന്നിരിക്കാം കേട്ടോ. അപ്പോൾ കണ്ട, ഞാൻ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇവിടെ വേറെ ഒന്നിനല്ല കേട്ടോ. നമുക്കിവിടെ ബോട്ടിങ്ങും കൂടി ഉണ്ട്. ബോട്ടിങ്ങിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു ബോട്ടിങ്ങിൻ്റെ ഒരു സർവീസും കൂടി നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല, നമുക്ക് ഭാവിയിൽ കുട്ടികളുടെ പാർക്കും അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം വേണ്ട സ്നാക്സും ചായ ഐറ്റംസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഒഴിവ് സമയങ്ങളെ മൊത്തത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ചിറയ്ക്ക് ചുറ്റും മറ്റൊരു ആകർഷണമാണ് കേട്ടോ ഇങ്ങനെ വെച്ചേക്കുന്ന ചെടികൾ. ഇത് ഓരോരുത്തർ സ്പോൺസർ ചെയ്തതാണ്. അപ്പോൾ സ്പോൺസർ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു അങ്ങനെ അതിൽ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയേക്കുന്നത്. മാത്രമല്ല, ചിറയ്ക്ക് ചുറ്റുമുള്ള മറ്റൊരു വിനോദം എന്ന് പറയുന്നത് മീൻപിടുത്തമാണ് കേട്ടോ. അതുപോലെ ചിറയുടെ ഒരു വശത്തായിട്ട് ഇങ്ങനെ നല്ല മരങ്ങൾ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയും ഫോട്ടോ എടുക്കാനൊക്കെ നല്ല അടിപൊളി ഏരിയയാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ.